മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില അല്പം മെച്ചപ്പെട്ടു. മെഡിക്കൽ ബുള്ളറ്റിനുകളിൽ ശുഭകരമായ വിവരങ്ങളെന്നാണ് മകൻ അരുൺകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് വി.എസ്. അച്യുതാനന്ദനെ തിരുവനന്തപുരം പട്ടത്തെ SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഉമേഷ് ബാലകൃഷ്ണനുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത്. ഉമേഷ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഇന്നലെ രാത്രി ഏകദേശം 10:15 വി.എസ്. അച്യുതാനന്ദന്റെ മകൻ അരുൺകുമാർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അതുപ്രകാരം അച്ഛൻ്റെ ആരോഗ്യനില നേരിയ പുരോഗതിയുണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇന്നലെ ഏകദേശം 11 മണിയോടുകൂടി SUT ആശുപത്രിയുടെ മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടായിരുന്നു. അതിലും ആരോഗ്യനില മെച്ചപ്പെട്ടു എന്ന പ്രതീക്ഷ നൽകുന്ന വാർത്താക്കുറിപ്പാണ് പുറത്തിറക്കിയത്. എന്തായാലും ഇന്ന് രാവിലെ ഏകദേശം 10 മണിയോടുകൂടി വിവിധ മെഡിക്കൽ ടീം, അതായത് ഒരു മെഡിക്കൽ ടീമിനാണ് രൂപം നൽകിയിരിക്കുന്നത്. ഇതിൽ 4 സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുണ്ടാകും. അതായത് ന്യൂറോളജിസ്റ്റ്, ഇൻറ്റൻസീവ് കെയർ, നെഫ്രോളജി കൂടാതെ കാർഡിയോളജിസ്റ്റ് വിഭാഗത്തിലെ ഡോക്ടർമാരുണ്ടാകും. ഈ 4 വിഭാഗത്തിൽ ഡോക്ടർമാരും വി.എസ്. അച്യുതാനന്ദനെ പരിശോധിക്കും. അതിനുശേഷം ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഏകദേശം 11 മണിയോടുകൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ രാവിലെയും ഇന്നലെ ഉണ്ടായിരുന്ന ആരോഗ്യനിലയ്ക്ക് മാറ്റം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രതീക്ഷ നൽകുന്നതാണ് നിലവിലെ ആരോഗ്യസ്ഥിതി. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അടിയന്തരമായി വി.എസ്. അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്തായാലും കഴിഞ്ഞ 2 ദിവസത്തെ വാർത്തകളും ആരോഗ്യനിലയും പ്രതീക്ഷ നൽകുന്നതാണ്. മരുന്നുകളോട് അദ്ദേഹത്തിൻ്റെ ശരീരം പ്രതികരിക്കുന്നുമുണ്ട്. എന്തായാലും 11 മണിയോടുകൂടി ഒരു ഔദ്യോഗിക അപ്ഡേറ്റ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉന്മേഷ്, സ്മിത. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.